പാർക്കിട്ട് വേണം നമ്മൾ വെറുതെ ചായ വേണ്ട വെറുതെ ഓണായിട്ട് കണ്ടില്ലേ സംഭവം നൈസായിട്ട് ഇങ്ങനെ കയറുന്നുണ്ടല്ലേ. ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൃഷ്ണദാസ്. അപ്പോൾ ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോ കാണി ഫസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് കുഴപ്പമില്ല, ലൈക്ക് ചെയ്തിട്ട് കാരണം നമ്മുടെ ചാനൽ ഒരുപാട് പേര് വീഡിയോ കാണാൻ ഒരു ലൈക്ക് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബൈക്കുകളൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഹോണ്ടയുടെ ഇറങ്ങിയിട്ടുള്ള പുതിയ ഡിയോ. അത് 2 സൈലൻസറുള്ള ഡിയോ. അത് നമ്മുടെ ഹോണ്ട എന്താ പറയുക കുറുക്കഞ്ചേരി പോയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്തോളൂ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ഹോണ്ടയുടെ ഷോറൂമിൽ എത്തിയിട്ട് ഇവിടേക്ക് കയറാൻ പോവാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോണ്ടയുടെ ഷോറൂമിൽ ചെയ്തത്. ഈ പ്രാവശ്യം ഹോണ്ടയുടെ ഷോറൂമിലേക്ക് വന്നിട്ട് കാർ പുഷ് തള്ളുക. ഓക്കെ, ഹലോ. ലേറ്റസ്റ്റ് പിടിക്കാൻ വേണ്ടി അടിക്കണം വേണ്ടി. ആ പണ്ടത്തെ അതല്ലേ 125 ആക്കില്ലേ. അല്ല, ഇതിന്റെ മെയിനായിട്ട് എന്തിന്റെ സ്പെക്ട് വന്നിട്ട് മെയിനായിട്ട് ചേഞ്ചസ് വന്നിട്ട് വണ്ടിക്ക് പവർ കൂടുതലാണ്. ആ പവർ കൂടുതലാണ് അല്ലേ. 125 cc. എത്ര 125 cc ആയി. ഓക്കെ, പിന്നെ ഡബിൾ എക്സോസ് വേറെ സ്കൂട്ടികൾക്കൊന്നും ഇല്ല തോന്നുന്നു. ഹോണ്ട സ്കൂട്ടിയാണ് ആദ്യം. സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്പോർട്ടി ഉണ്ട്. പിന്നെ മെയിനായിട്ട് കീ ഒക്കെ ഉണ്ടല്ലോ കാറിന്റെ പോലെ. ഓ റിമോട്ട് ലോക്കാണോ കാറിന്റെ പോലെ? അതെ അല്ലേ. ഇതെങ്ങനെ വർക്കാവുക എങ്ങനെയാ? അതെ അല്ലേ. ഓക്കെ ശരി ശരി. A few moments later. ഇതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പുതിയ 2 ഡിയോ ആണ് ഇരിക്കുന്നത്. 2 ഡിയോ എന്ന് പറഞ്ഞാൽ കിടിലം കളറായിട്ട് കേട്ടോ. അതുപോലെ പുതിയൊരു ഫുള്ള് ഗ്രാഫിക്സ് ഉണ്ട്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഗ്രാഫിക്സ് ഒക്കെ ഇറക്കിയേക്കണത്. സൈഡിൽ ഗ്രീനും ബ്ലാക്കും ചെറിയൊരു വൈറ്റ് ആയിട്ട് പിന്നെ 125 എന്നൊക്കെ ഒരു ബ്രാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഹോണ്ട. പിന്നെ ഫ്രണ്ടൊക്കെ ഡിസ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഇത്. ജസ്റ്റ് വണ്ടി ഓണാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഫസ്റ്റ് വണ്ടി സ്മാർട്ട്, ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു പോയിച്ചേ, വണ്ടി സ്മാർട്ട് ലോക്ക് ആയിട്ട് തന്നെ താക്കോലൊന്നും വേണ്ടട്ടോ വണ്ടിക്ക്. ഇപ്പോൾ വണ്ടി ഓഫാട്ടോ. വണ്ടി ഓഫായിട്ട് ഞാൻ സൂത്രം കാണിച്ചു തരാം. മറ്റേ കാറിൻ്റെ സെറ്റപ്പില്ലേ, നമ്മുടെ കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വെറുതെ ചായ വേണ്ട വെറുതെ അല്ലേ. ഇത് മിക്കവാറും നമ്മൾ കളിച്ച് പൊട്ടിക്കുന്നത് കാരണം നൈസ് സെറ്റപ്പ് ആയിട്ട് കേട്ടോ. ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട് ഡിയോക്കാർ ഹോണ്ട. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം നമ്മളെ തൃശ്ശൂർ ഹോണ്ടയിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാട്ടമണ്ഡലം വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓണായിട്ടാ മീറ്റർ കാര്യങ്ങളൊക്കെ ഓടി വന്നു. നോർമലായിട്ടുള്ള എഞ്ചിൻ വാണിങ്, പിന്നെ സ്കൂട്ടിയുടെ ആയിട്ടുള്ള ബാറ്ററിയുടെ പെർസെൻറ്റേജ് നോർമലായിട്ട് അറിയാമല്ലോ സ്കൂട്ടിക്ക് ഉള്ളത്. പിന്നെ നോർമലായിട്ടുള്ള മൈലേജ്, പിന്നെ മൈലേജ് കാണാൻ പറ്റും. പിന്നെ ട്രിപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിമ്മും ബ്രൈറ്റും നല്ല വ്യത്യാസമൊക്കെ ഉണ്ട്. LED ലൈറ്റാണ് വരുന്നത്. പിന്നെ ഈ ഡിസൈൻ കുറച്ചും കൂടി ഷാർപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലുക്ക് ആക്കിയിട്ടുണ്ട് ഈ ലൈറ്റ് കാണുമ്പോൾ. നോർമലായിട്ടുള്ള മീറ്റർ, പിന്നെ ഈ സ്വിച്ച് കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരു പുതിയ സ്പെക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണം പറയാൻ നമ്മളിപ്പോൾ ട്രാഫിക്കിൽ പോവുക, നമ്മൾ വണ്ടി ഓഫാക്കാൻ പറ്റും. വണ്ടി ഓഫായിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ട് സ്വിച്ച് അടിക്കേണ്ട, പകരം ഈ ആക്സിലേറ്റർ വെറുതെ ഒന്ന് തിരിച്ചാൽ മതി, വണ്ടി ഓൺ കൂട്ടാം. അതൊരു വെറൈറ്റി ഒരു ഫീച്ചറായിട്ടാണ് ഹോണ്ടയിൽ വന്നിട്ടുള്ളത് ഡിയോയിൽ. പിന്നെ ഈ 125 ആക്റ്റീവയിൽ ഇങ്ങനത്തെ ഫീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ, കീലെസ്. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് എക്സോസ് നോക്കി നോക്കട്ടെ ഒന്ന്. എക്സോസൊക്കെ വന്നിട്ട് നമ്മുടെ RPM മീറ്റർ കാണിച്ചു തരാം. അല്ല കണ്ടില്ലേ സംഭവം നൈസായിട്ട് ഇങ്ങനെ കയറുന്നുണ്ടല്ലേ. പിന്നെ ഏറ്റവും വലിയ സ്പെക്ക് വ്യത്യാസം വണ്ടി ഡബിൾ സൈലൻസർ ആട്ടാ. കണ്ടില്ലേ, സ്കൂട്ടികളായിട്ട് ഡബിൾ സൈലൻസർ ഹോണ്ട തന്നെയാണെന്ന് പറഞ്ഞത് ചേട്ടൻ. അതായത് ചേട്ടനോട് ചോദിച്ചു, 2 സൈലൻസറുള്ള ആദ്യത്തെ വണ്ടി തന്നെയാണ്. പിന്നെ ബാക്കിൽ ഷോക്കപ്പൊക്കെ അവിടെ കാണാം. കണ്ടില്ലേ, ചെറിയൊരു ബാസ്, വലിയ സൗണ്ടൊന്നും ഇല്ലല്ലോ, സ്കൂട്ടി അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതുണ്ട്. പിന്നെ ബാക്ക് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു
ഒരു നമുക്ക് ഗ്യാബറിൽ വന്നിട്ട് പിടിക്കാനുള്ളത് ഇങ്ങനെ സിമ്പിൾ സാധനം. മൊത്തത്തിൽ ഒരു എല്ലാവർക്കും ഓടിച്ചടക്കാം, ഗേൾസിനായാലും ബോയ്സിനായാലും വണ്ടി എടുക്കാൻ മിറർ ചേർക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഓടിക്കാൻ കണ്ടില്ലേ. വണ്ടിയുടെ ലുക്ക് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ലുക്ക് ഇങ്ങനെയാട്ടാ. പിന്നെ ആക്സിഡൻറ്റ് കൊടുക്കുക വണ്ടിയുടെ അത്യാവശ്യം കയറും വണ്ടി 10, 60, 50, 60 ഉണ്ടാവില്ല 50 മൈലേജും കിട്ടും. അപ്പോൾ അത്ര നമ്മുടെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ മീറ്ററിൽ കാണും ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഫുള്ള് മാറിയിട്ടുണ്ട്. പിന്നെ പെട്രോളിൻ്റെ ഫ്യൂലൊക്കെ നമ്മുടെ ഈ പുറകിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പുറകിൽ നമുക്ക് വണ്ടി ഓഫാക്കുക ഇങ്ങനെ ഇവിടെ കുറച്ച് സീറ്റ് തുറക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഫ്യൂലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സാധനം ഓഫാക്കി വണ്ടി ഓഫായി. പിന്നെ വണ്ടിക്ക് കീ വേണ്ട, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കീലെസ് ആയിട്ടുള്ള വണ്ടിയുടെ വണ്ടി എവിടെയും പാർക്ക് ചെയ്ത് പോവുക, കാറിൻ്റെ പോലെ താക്കോലിടുക, താക്കോലമർത്ത് ചേതര സൈഡ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഹോണ്ടയിലേക്ക് വരിക. ഇപ്പോൾ തിരുച്ചൂരുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വരിക, കൊടുക്കഞ്ചേരിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരിക. ഹോണ്ടയിലുണ്ട്, ഇവിടെ വണ്ടിയുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നിട്ട്. ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാത്ത വേറെ ഒന്നല്ല, എനിക്ക് അറിയാലോ ഈ വണ്ടി നമ്മൾ വണ്ടി എടുത്തില്ലെങ്കിലും ഓടിക്കാറാണ് പതിവ്. നമ്മുടെ എല്ലാ വീഡിയോയിൽ നോക്കി എങ്ങനെയാണ് നിങ്ങൾ രണ്ട് വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടം പോലെ ഓടിയിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ കണ്ടറിയാൻ പറ്റും. നമ്മൾ വണ്ടി എല്ലാ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഒരു ഇത് അറിയുന്നൊരു പുതിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല, പക്ഷേ ഓടിച്ചാകുന്ന തീർക്കാം. അതായിട്ടാണ് ഞാൻ സ്കൂട്ടിയുടെ വീഡിയോ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നല്ല, ഇങ്ങനെ കീലെസ് ആയിട്ടുള്ളൊരു സ്കൂട്ടി, പിന്നത്തെ വ്യത്യാസം ഡബിൾ സൈലൻസറുള്ള ഒരു സ്കൂട്ടി, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഡിയോ ചെറുപ്പം മുതലേക്ക് ഡിയോ ഇഷ്ടം, മറ്റേ മഞ്ഞ റെഡ് അങ്ങനത്തെ ഡിയോയില്ല, പിന്നെ മാറ്റ് ബ്ലാക്ക് ആ ഡിയോളാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഇത് പിന്നെ പുതിയത് ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോൾ വണ്ടി മാറി, ഇപ്പോൾ വേറെ കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ പിന്നെന്താ, ഓടിച്ചു നോക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. കാരണം നമുക്കെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ചു നോക്കണ ആഗ്രഹമാണ് കൂടുതലുള്ളത്. അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കണ ആഗ്രഹത്തിൽ വന്നു, പക്ഷേ ഓടിച്ചു നോക്കാൻ പറ്റില്ല, എൻ്റെ മഴ ചതിച്ചു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വന്ന് വണ്ടികൾ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഇനി ഒരു സമയം ഓടിച്ചു നോക്കാമല്ലോ. അത്രേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട, എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ എന്തായാലും. പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കയറി കണ്ടിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് പോട്ടെ. അപ്പോൾ വണ്ടി ഓടിച്ചു പോകണമെന്നാണ്, ഓടിച്ചൊക്കെ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ വിഷമം. പക്ഷേ കുഴപ്പമില്ല, ഇവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് സഹകരിച്ചു. വണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ സമ്മതിച്ചുള്ളൂ. ഒരു ഷോറൂമിലായിട്ട് ഇങ്ങനെ എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യണേ. മിക്ക ഷോറൂമിൽ പോയിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിട്ട് ഒറ്റ സ്ഥലത്ത് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഉണ്ടല്ലേ ഷോക്കപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കളർ ഫീമൊക്കെ നൈസായിട്ട് കേട്ടോ. ഒരു ടൊടി അമർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോവാട്ടാ, വണ്ടിയോടെ കൊടുത്തിട്ട് പോവാം. ഷോറൂമിൽ ടാറ്റ ബൈ പറഞ്ഞിട്ട് പോവാം, ചാവി ഇടയ്ക്കാം.